രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഹനുമാൻ ചാലിസയുടെ മൂന്നാമത്തെ ഭാഗമാണ്. ഹനുമാൻ ചാലിസയുടെ 2 ഭാഗങ്ങൾ നമ്മൾ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്കിത് വേണമെന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിനകത്ത് ഞാൻ ഹനുമാൻ ചാലിസ എന്ന് പറഞ്ഞ് പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇത് കിട്ടും. അതുകൂടാതെ 1, 2 ഭാഗത്തിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അതല്ല ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കിട്ടിയില്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ 9645333999 ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്കത് നിശ്ചയമായിട്ടും ഞാൻ അയച്ചു തരുന്നതാണ്. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്ക് എല്ലാ തിങ്കളാഴ്ചയും കൃത്യം 12 മണിയാകുമ്പോൾ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ലഭിക്കും. ചൊവ്വാഴ്ച 12 മണിക്ക് രാധയുടെ പ്രണയം, വ്യാഴാഴ്ച 12 മണിക്ക് അഷ്ടപതിയുടെ ക്ലാസ്, പിന്നെ നിരവധി ഷോർട്ട് വീഡിയോസ് ഉണ്ട്. അതൊക്കെ പ്ലേലിസ്റ്റിനകത്ത് നോക്കിയാൽ കിട്ടും. അതേ കണക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ് ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് നേരിട്ട് ചേർന്ന് പഠിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നവരുണ്ട്. അവർക്ക് ദൂരെ നിന്ന് വരുന്നവർക്ക് ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. ഞാൻ കൊല്ലത്താണ്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും ഹോസ്റ്റൽ സൗകര്യമുണ്ട്. പിന്നെ ജ്യോതിഷം, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് കേൾക്കുക. എന്തെങ്കിലും ജ്യോതിഷപരമായ സംശയമുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ നമ്പർ 9645333999 ഒരു മെസ്സേജ് അയച്ചാൽ മതി. തികച്ചും അത് സൗജന്യമായിരിക്കുന്നതാണ്. അതേ കണക്ക് അഷ്ടാവക്ര ഗീതയുണ്ട്. നിങ്ങൾ നിശ്ചയമായിട്ടും അഷ്ടാവക്ര ഗീത കേട്ടിരിക്കണം. പിന്നെ ഒരു ഹിന്ദു അത് അറിഞ്ഞിരിക്കണം. ഇതൊക്കെ പ്ലേലിസ്റ്റ് എടുത്താൽ മതി, അവിടെ കിട്ടും. അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുക്കുമ്പോൾ ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന ഹെഡിങ് ഉണ്ട്, അത് കേൾക്കുക. അതേ കണക്ക് തന്നെ നിങ്ങൾ സന്ദർശിക്കേണ്ട ക്ഷേത്രങ്ങളുണ്ട്. ഭക്തമീരയുണ്ട്. ശ്രീബുദ്ധൻ എന്ന ഹെഡിങ്ങിനകത്ത് കൃഷ്ണൻ്റെ അവതാരമായ ബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ജീവിത കഥ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേൾക്കുക. പിന്നെ രാധികാ കവചൻ 2 ഉണ്ട്. ഇത് 2 ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. രാധാ സഹസ്രനാമവും അതുപോലെ തന്നെ വരി ഉൾപ്പെടെയും വരികളില്ലാതെയും നമ്മുടെ കൃഷ്ണപ്രിയ പാടിയിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമ. ഓം ശ്രീ രാധാകൃഷ്ണായ നമ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്.
ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്നു രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പൊ ഹനുമാൻ ചാലിസ നമുക്ക് ആരംഭിക്കാം. അതുപോലെ കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്. എൻ്റെ ഏത് വീഡിയോ കണ്ടില്ലെങ്കിലും നിങ്ങളത് നിശ്ചയമായും കണ്ടിരിക്കണം. അതിൻ്റെ ലിങ്ക് വേണമെന്നുള്ളവർ എൻ്റെ ഫോൺ നമ്പർ ഞാൻ നേരത്തെ പറഞ്ഞു തന്നു, അതിലേക്ക് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ടും അതിൻ്റെ ലിങ്ക് ഞാൻ അയച്ച് തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും അത് നിങ്ങൾ കണ്ടിരിക്കണം. അപ്പം നമുക്ക് ഹനുമാൻ ചാലിസ നമുക്ക് ആരംഭിക്കാം. അതുപോലെ ഒരു കാര്യവും കൂടെ പറഞ്ഞോട്ടെ. രാധാ സഹസ്രനാമം 3 രാധാ സഹസ്രനാമം ഉണ്ട്. അതിൽ ഈ ഒരെണ്ണം ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. അതാണ് ഏറ്റവും കൂടുതൽ കോമൺ ആയിട്ടുള്ളത്. പക്ഷെ അതീവ രഹസ്യമായിട്ടുള്ള മറ്റ് 2 രാധാ സഹസ്രനാമങ്ങൾ കൂടി ഉണ്ടെന്ന സത്യം അറിയുക. ആ രാധാ സഹസ്രനാമം അധികം താമസിയാതെ തന്നെ രാധേ രാധേ ചാനലിൽ അൽബ പാടിയിടുന്നതാണ്. നിങ്ങളുടെ പ്രിയങ്കരിയായ അൽബ, അഷ്ടപതിയിലൂടെ നിങ്ങളുടെ ഹൃദയം കവർന്ന അൽബ നിങ്ങൾക്ക് വേണ്ടിയത് എത്രയും പെട്ടെന്ന്, വളരെ പെട്ടെന്ന് തന്നെ അത് പാടിയിടുന്നതാണ്. അപ്പൊ നമുക്ക് അങ്ങോട്ട് നോക്കാം. പ്രഭു മുദ്രികാമേലി മുഖമാഹി ജലതി ലാംഘി ഗയേ അചരജനാഹീം. അതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ ഇത് നമുക്ക് വ്യാഖ്യാനിക്കാം. ആദ്യം അർത്ഥം എഴുതിക്കോ. പ്രഭു മുദ്രിക, അർത്ഥം പ്രഭുവിൻ്റെ മോതിരം. പ്രഭു മുദ്രിക, പ്രഭുവിൻ്റെ മോതിരം. മേലി മുഖുമാഹിം, മേലി മുഖുമാഹിം, അർത്ഥം വായിൽ വെച്ചുകൊണ്ട്. ചിലപ്പോൾ വീഡിയോയിൽ എഴുതി കാണിക്കുന്നതും ഞാൻ ഈ പറയുന്നതും തമ്മിൽ ചെറിയ വ്യത്യാസം കാണും. അപ്പോൾ കറക്റ്റ് ആക്സെൻ്റ് അറിയാൻ ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. അന്നേരം ചിലയിടത്ത് ചെറിയ വ്യത്യാസം കാണും. മേലി മുഖുമാഹിം, വായിൽ വെച്ചുകൊണ്ട്. ജലതി, ജലതി സമുദ്രം. ലാംഘികയെ, അർത്ഥം മറികടന്നു പോയി, മറികടന്നു പോയി. അജരജ്, അർത്ഥം ആശ്ചര്യം. നഹി, നഹി എന്ന് പറഞ്ഞാൽ ഇല്ല. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ഹനുമാൻ സ്വാമി ശ്രീരാമന്റെ മുദ്രമോതിരം വായ്ക്കകത്ത് വെച്ചുകൊണ്ട്, എങ്ങനെ ശ്രീരാമൻ നൽകിയ മുദ്രമോതിരം വായ്ക്കകത്ത് വളരെ ഭദ്രമായി സൂക്ഷിച്ചുകൊണ്ട് സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലേക്ക് പോയി. കാരണം ശ്രീരാമചന്ദ്രന്റെ ദൂതനാണ് ഹനുമാൻ എന്ന് സീതാദേവിക്ക് വിശ്വാസം വരണം. അങ്ങനെ വിശ്വാസം വരണമെങ്കിൽ എന്തെങ്കിലും അടയാളം കാണിക്കാൻ സീതാദേവി പറയും. അതിനുശേഷം മാത്രമേ സീതാദേവി വിശ്വസിക്കുകയുള്ളൂ എന്ന് ശ്രീരാമചന്ദ്രൻ അറിയാം. അതുകൊണ്ട് ഹനുമാൻ ലങ്കയിലേക്ക് പോകുന്ന സമയത്ത് ശ്രീരാമചന്ദ്രൻ തൻ്റെ മുദ്രമോതിരം ഹനുമാന് കൊടുത്തു. ഹനുമാൻ ആ മോതിരം തൻ്റെ വായിൽ സുരക്ഷിതമായി വെച്ചുകൊണ്ട് സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലേക്ക് പോയി. ഇതിനകത്ത് അല്പം പോലും ആശ്ചര്യപ്പെടേണ്ട. കാരണം അത്രയ്ക്ക് സിദ്ധനാണ് ആരെന്ന് പറയുന്നത്, അത്രയ്ക്ക് കഴിവുള്ളവനാണ് ആര്? ഹനുമാൻ സ്വാമി എന്ന് മാത്രവുമല്ല, അത്രയ്ക്ക് ശ്രീരാമചന്ദ്രന്റെ ഭക്തനാണ്. ശ്രീരാമചന്ദ്രന് വേണ്ടി എന്തും ഹനുമാൻ സ്വാമി ചെയ്യും എന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. അതുപോലെ ഒരു കാര്യവും കൂടെ ഞാൻ നിങ്ങളോട് പറഞ്ഞോട്ടെ. നമ്മുടെ കുണ്ഡലിനി ശക്തി ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ നമ്മുടെ കുണ്ഡലിനി ശക്തി നിങ്ങൾക്ക് ഉണർത്താൻ പറ്റും. ചെറുതായിട്ട് ആദ്യത്തെ ദിവസം, അതായത് തിങ്കൾ എന്ന് പറയുന്ന ദിവസം ഉണ്ടെങ്കിൽ ആ തിങ്കളാഴ്ച ദിവസം തന്നെ, ഒറ്റ ദിവസം കൊണ്ട് തന്നെ നിങ്ങളുടെ കുണ്ഡലിനി ശക്തിയുടെ പവറിൻ്റെ ഒരംശം ഉണർത്താൻ പറ്റും. പിന്നെ ചൊവ്വ കുറെ കൂടെ കൂടുതൽ, ബുധൻ, ഞാൻ തിങ്കൾ ചൊവ്വ ബുധൻ എന്നൊരു ഉദാഹരണം പറഞ്ഞതാണ്. അങ്ങനെ നിങ്ങളുടെ കുണ്ഡലിനി ശക്തി ഇന്ന് തന്നെ ഉണർത്താൻ വേണമെങ്കിൽ പറ്റും. അതെങ്ങനെയാണ്? ആ കുണ്ഡലിനി ശക്തി നമുക്ക് തപസ് ചെയ്യാതെയോ മെഡിറ്റേഷൻ ചെയ്യാതെയോ എൻ്റെ വീഡിയോ കേൾക്കുന്ന ആ ദിവസം തന്നെ കുണ്ഡലിനി ശക്തിയുടെ കുറേ പവർ നിങ്ങൾക്ക് ഉണർത്താനായിട്ട് സാധിക്കും.
അതായത് 100% കുണ്ടലിനി ശക്തി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു 2% ഒറ്റ ദിവസം കൊണ്ട് ഉണർത്താൻ നിങ്ങൾക്ക് സാധിക്കും. ശ്രമിച്ചാൽ ഒരു 4-5 ദിവസം കൊണ്ട് 100% നിങ്ങളുടെ കുണ്ടലിനി ശക്തി നിങ്ങൾക്ക് ഉണർത്താനായിട്ട് സാധിക്കും. അതിനെ സൂചിപ്പിക്കുന്ന വീഡിയോ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ നിങ്ങളുടെ കൈകളിലെത്തും. മറക്കാതെ ആ വീഡിയോ കാണുക. കാരണം കുണ്ടലിനി ശക്തി ഉണർന്നാൽ പിന്നെ രോഗങ്ങൾ ബാധിക്കില്ല. ആഗ്രഹിക്കുന്നത് എന്തും കിട്ടും, എന്തും നമുക്ക് മനസ്സിലാകും. അതുകൊണ്ട് കുണ്ടലിനി ശക്തിയെ ഉണർത്താൻ ശ്രമിക്കുക. ആ വീഡിയോ ഈ വരുന്ന വെള്ളിയാഴ്ചയാണ്, കാത്തിരിക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ശ്രീരാമന്റെ മുദ്രമോതിരം വായിൽ സുരക്ഷിതമായി വെച്ചുകൊണ്ട് സമുദ്രം കടന്ന് ലങ്കയിലേക്ക് പോയ ഹനുമാൻ സ്വാമിയെ ഞാൻ വണങ്ങുന്നു. ഞങ്ങളുടെ രാധേ രാധേ ചാനലിലെ ഓരോരുത്തരും വണങ്ങുന്നു. പ്രഭു മോത്രിക മേലി മുഖമാഹി ജലതി ലാംഘി ഗയേ അജരജ നാഹി ദുർഗമ കാജ ജഗत के जेते सुगम अनुग्रह तुम्हारे तेते. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. ദുർഗമ കാജ ജഗത കേ ജേദേ സുഖമ അനുഗ്രഹ തും ഹരേ തേ തേ. തും ഹരേ തേ തേ. അതായത് ദുർഗമ കഠിനമായ, വളരെ പ്രയാസമുള്ള, കാജ അർത്ഥം കാര്യം, ജഗത് അർത്ഥം ലോകം, സുഖമ എളുപ്പം, അനുഗ്രഹ അർത്ഥം ആശീർവാദം, തും ഹരേ അർത്ഥം അങ്ങയുടെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങയെ ഭജിച്ചു കഴിഞ്ഞാൽ ഈ ലോകത്തെ എത്ര ദുഷ്കരമായ കാര്യങ്ങളും, അതായത് ചെയ്യാൻ എത്ര പ്രയാസമുള്ള കാര്യങ്ങൾ പോലും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് നിഷ്പ്രയാസം ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ല എന്ന് എഴുതി തള്ളിയ ഒരു കാര്യം, കാരണം അത് അസാധ്യം, ഒരു കാരണവശാലും നമ്മൾക്കത് നടക്കാൻ പറ്റില്ല എന്ന് എഴുതി തള്ളുന്ന ഒരു കാര്യം, അത്രയ്ക്ക് ദുഷ്കരമാണത്. പക്ഷേ നിങ്ങൾ ഹനുമാൻ സ്വാമിയെ സേവിക്കുകയാണെങ്കിൽ, ഹനുമാൻ സ്വാമിയുടെ ചാലിസ നിങ്ങൾ മനസ്സറിഞ്ഞ് ഹനുമാൻ സ്വാമിയെ സ്മരിച്ചു ചൊല്ലുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചിരിക്കും. അപ്പം നിങ്ങൾ ഒരിക്കലും നടക്കില്ല എന്ന് എഴുതി തള്ളിയ കാര്യങ്ങൾ പോലും, ഒരു കാരണവശാലും നടക്കില്ല എന്നെഴുതി തള്ളിയ കാര്യങ്ങൾ പോലും ഹനുമാൻ സ്വാമിയെ സേവിച്ചാൽ നിങ്ങൾക്ക് നടന്നിരിക്കും. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ സാറേ, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ ഹനുമാൻ ചാലിസ ചൊല്ലിയാൽ പിന്നെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമോ? എന്താ ഇത്ര സംശയം? അതായത് ഈ ജന്മം തന്നെ ആകണമെന്നില്ല. കാരണം ഈ ജന്മം ആകെ പഴുത്ത് ചാവാറായിരിക്കുന്ന സമയത്ത് നിന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകണമെന്ന് പറഞ്ഞാൽ, അപ്പൊ അതുകൊണ്ട് ഹനുമാൻ സ്വാമി നിങ്ങളെ അതിന് പക്വതയാക്കി അടുത്ത ജന്മം വരുമ്പോൾ എന്ത് ചെയ്യും? നിങ്ങളെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാക്കും. അപ്പൊ ചോദിക്കും, യുവാക്കളും കുട്ടികളുമാണെങ്കിലോ? അവർ മനസ്സിരുത്തി ചൊല്ലുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാൻ ഒരു വലിയ കഴിവുണ്ടായിരിക്കണം. അവിടെ ഇരുന്നു കൊണ്ട് ആ കഴിവ് ഉള്ളവനാക്കി നിങ്ങൾക്ക് ഈ ജന്മം പിന്നെ ആക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ഈ ജന്മം തന്നെയാകും. അല്ലെങ്കിൽ അടുത്ത ജന്മം നിശ്ചയമായിട്ടും നിങ്ങളായിരിക്കും. അതിനകത്ത് ആർക്കും ഒരു സംശയവും വേണ്ട. അപ്പൊ അതുകൊണ്ട് ഈ ലോകത്തിലെ എത്ര കുഴപ്പം പിടിച്ച കാര്യങ്ങളും ആര് നടത്തിത്തരും? ഹനുമാൻ സ്വാമി നടത്തിത്തരും. അല്ലയോ രാധേ രാധേ ചാനലിലെ പ്രേക്ഷകരെ, ഏത് വിഷമഘട്ടത്തിലും ഹനുമാൻ സ്വാമിയെ നിങ്ങൾ ജപിക്കുമെങ്കിൽ നിങ്ങളുടെ വിഷമഘട്ടത്തിൽ ഹനുമാൻ സ്വാമി നിങ്ങൾക്ക് തുണയായിട്ട് ഉണ്ടാകും. ശരിക്കും ആപത് സമയമായപ്പോൾ പൂന്താനത്തെ രക്ഷിക്കാൻ മങ്ങാട്ടച്ചൻ വന്നതുപോലെ തന്നെ
നിങ്ങൾക്ക് ഏത് വിഷമം, ഏത് പ്രതിസന്ധി വരുന്നു, ആ സമയത്ത് ഹനുമാൻ സ്വാമി വന്നിരിക്കും. അങ്ങനെ ഈ ലോകത്തിലെ ഏതു ദുഷ്കരമായ കാര്യങ്ങളും ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിച്ച് എഴുതിത്തള്ളിയ കാര്യങ്ങളും ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ നിഷ്പ്രയാസം സാധ്യമാകും. അങ്ങനെ ദുഷ്കരമായ കാര്യങ്ങൾ പോലും സാധിച്ചു തരുന്ന ഹനുമാൻ സ്വാമിയെ ഏത് വിഷമഘട്ടത്തിലും നമ്മുടെ തുണയ്ക്കായി, നമ്മുടെ രക്ഷയ്ക്കായി വരുന്ന ഹനുമാൻ സ്വാമിയെ ഞാനും രാധേ രാധേ ചാനലിലെ അംഗങ്ങളും വണങ്ങുന്നു. राम दुआरे तुम रखवारे, हो धन आज्ञा बिनु पैसारे. ഇനി നമുക്ക് അടുത്ത വരിയിലേക്ക് കടക്കാം. എന്താണ്? രാമദു ആരേ തൂമ രഖവാരേ ഹോതന ആജ്ഞാ ബിനു പൈസാരേ. കണ്ടോ? നിർത്തി ഞാൻ വായിച്ചു തരാം. രാമദു ആരേ തൂമ രഖവാരേ ഹോതന ആജ്ഞാ ബിനു പൈസാരേ. രാമദു ആരേ, അർത്ഥം എഴുത്. രാമന്റെ കൊട്ടാരവാതിൽ. രാമദു ആരേ, രാമന്റെ കൊട്ടാരവാതിൽ. രഖവാരേ, രഖവാരേ എന്ന് പറഞ്ഞാൽ കാവൽ നിൽക്കുന്നത്, കാവൽ നിൽക്കുന്നത്. ഹോതന ആജ്ഞ, അങ്ങയുടെ അനുവാദമില്ലാതെ. ഹോതന ആജ്ഞ, അങ്ങയുടെ അനുവാദമില്ലാതെ. ബിനു, ബിനു കൂടാതെ. പൈസാരേ, പൈസാരേ അർത്ഥം പ്രവേശിക്കുക. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ശ്രീരാമന്റെ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നത് സാക്ഷാൽ ഹനുമാൻ സ്വാമിയാണ്. ശ്രീരാമന്റെ കൊട്ടാരവാതിൽക്കൽ ചെന്നാൽ ഹനുമാൻ സ്വാമി അങ്ങനെ നിൽക്കും കാവലായിട്ട്. ഹനുമാൻ സ്വാമിയുടെ അനുവാദമില്ലാതെ ഒരു മനുഷ്യർക്കും അതിനകത്തേക്ക് പ്രവേശിക്കുവാൻ സാധ്യമല്ല. അങ്ങനെ ശ്രീരാമചന്ദ്ര പ്രഭുവിൻ്റെ കൊട്ടാരം കാക്കുന്നത് ആരാകുന്നു? നമ്മുടെ സാക്ഷാൽ ആരാകുന്നു? ഹനുമാൻ ഭഗവാനാകുന്നു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഹനുമാൻ ഭഗവാനെ പ്രസാദിപ്പിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾക്ക് ശ്രീരാമചന്ദ്രനെ എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രസാദിപ്പിക്കാൻ കഴിയില്ല. അപ്പൊ രാമചന്ദ്രനെ, ശ്രീരാമചന്ദ്ര ഭഗവാനെ പ്രസാദിപ്പിക്കണമെങ്കിൽ നിശ്ചയമായും ആദ്യം ഹനുമാൻ സ്വാമിയെ പ്രസാദിപ്പിക്കണം. ഇതുപോലെ തന്നെ നമുക്ക് ശിവനെ പ്രസാദിപ്പിക്കണമെങ്കിൽ നന്ദിയെ പ്രസാദിപ്പിക്കണം. നമ്മൾ നന്ദിയെ പ്രസാദിപ്പിച്ചാലേ നമുക്ക് പറ്റൂ. അപ്പൊ ശ്രീരാമ ഭഗവാനെ കിട്ടാൻ നേരിട്ടങ്ങ് ചെന്നിട്ട് കാര്യമില്ല. ആദ്യം ഹനുമാനെ പ്രസാദിപ്പിക്ക്, എന്നിട്ട് ശ്രീരാമചന്ദ്രന്റെ അടുക്കൽ ചെല്ലൂ. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനെ കിട്ടാൻ നേരെ ചെന്നിട്ട് കാര്യമില്ല. ആദ്യം രാധാറാണിയെ പ്രസാദിപ്പിക്ക്, എന്നിട്ട് അങ്ങോട്ട് ചെന്നാൽ മതി. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ശ്രീരാമന്റെ കൊട്ടാരവാതിൽക്കൽ ആരാണോ കാവൽ നിൽക്കുന്നത്, ആ ആളിൻ്റെ അനുവാദമില്ലാതെ ആർക്കും പ്രവേശിക്കാൻ സാധ്യമല്ലാത്ത കൊട്ടാരവാതിൽക്കൽ ആരാണോ നിൽക്കുന്നത്, ആ ഹനുമാൻ സ്വാമിയെ, ആ ഹനുമാൻ സ്വാമിയെ ഞാൻ വണങ്ങുന്നു. രാധേ രാധേ ചാനൽ വണങ്ങുന്നു. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും വണങ്ങുന്നു. सब सुखल है तुम्हारे शरणा, तुम रक्षक काहू को डरना. ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം. എന്താണ്? സബ് സുഖ ലഹൈ തുംഹാരി ശരണ തും രക്ഷക കാഹു കോ ഡർന. അപ്പൊ ഇവിടെ അർത്ഥം എഴുതിക്കോ. സബ് സുഖ്, അർത്ഥം എല്ലാ സുഖങ്ങളും. സബ് സുഖം എന്ന് പറഞ്ഞാൽ എല്ലാ സുഖവും. ലഹൈ തും ഹാരി ശരണ, ലഹൈ തും ഹാരി ശരണ, അർത്ഥം അങ്ങയുടെ പാദങ്ങളിൽ, അങ്ങയുടെ പാദങ്ങളിൽ. തും രക്ഷക്, അങ്ങാണ് രക്ഷകൻ. തും രക്ഷകൻ എന്ന് പറഞ്ഞാൽ അങ്ങാണ് രക്ഷകൻ. കാഹു കോ, എന്തിനാണ്? ഡാർന, ഡാർന ഭയക്കുന്നത്.
എന്തിനാണ് ഭയക്കുന്നത്? അതായത് ഏതൊരു വ്യക്തിയാണോ ഹനുമാൻ സ്വാമിയുടെ പാദങ്ങളെ ആശ്രയിക്കുന്നത്, ഹനുമാൻ സ്വാമിയുടെ പാദങ്ങളിൽ ശരണം പ്രാപിക്കുന്നത്, അവന് സകലവിധ ആനന്ദങ്ങളും ലഭിക്കും എന്ന് മാത്രവുമല്ല, ഹനുമാൻ സ്വാമിയുടെ പാദങ്ങളിൽ അഭയം പ്രാപിക്കുന്നതാരായാലും അവരുടെ രക്ഷയ്ക്കെന്നും ഹനുമാൻ സ്വാമി ഉണ്ടായിരിക്കും. ഹനുമാൻ സ്വാമിയുടെ ഭക്തന്മാർക്ക് ഒരിക്കലും ഒന്നിനെയും ഭയക്കേണ്ടതില്ല എന്ന് മാത്രവുമല്ല, ഹനുമാനെ ശരണം പ്രാപിച്ചാൽ, ഹനുമാൻ സ്വാമിയെ ശരണം പ്രാപിച്ചാൽ നിങ്ങളുടെ സകല ദുരിതങ്ങളും മാറ്റും. നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും കിട്ടും. നിങ്ങൾക്ക് ശരീരരക്ഷ കിട്ടും. നിങ്ങളുടെ ശരീരരക്ഷയ്ക്കുള്ള ഒരു വലിയ കവചമാണ് ആരെന്ന് പറയുന്നത് ഹനുമാൻ സ്വാമി. ശരിക്കും ഈ പട്ടാളത്തിലൊക്കെ, പ്രത്യേകിച്ചും അതിർത്തിയിൽ കിടക്കുന്ന പട്ടാളക്കാര്, ഇത് കേൾക്കുന്ന നിങ്ങളുടെയൊക്കെ ഇത് കേൾക്കുന്ന പിന്നെ വനിതകൾ, നിങ്ങളുടെ ഭർത്താക്കന്മാര് പട്ടാളത്തിൽ ഉണ്ടെങ്കിൽ എന്നും ഹനുമാൻ ചാലിസ ചൊല്ലാൻ പറയണം. അവരുടെ ആയുസ്സിനും അവരുടെ ശരീരത്തിനൊരു പോറലേൽക്കാതെയും ആര് കാത്തുകൊള്ളും? ഹനുമാൻ സ്വാമി കാത്തുകൊള്ളും. അപ്പോൾ ഹനുമാൻ സ്വാമിയുടെ പാദങ്ങളെ ആശ്രയിച്ചാൽ സകലവിധ ആനന്ദങ്ങളും ലഭിക്കും. അപ്പോൾ തൻ്റെ പാദങ്ങളെ ആശ്രയിക്കുന്നവർക്ക് ആരാണോ സർവ്വവിധ ആനന്ദങ്ങളും കൊടുക്കുന്നത്, ആരാണോ തൻ്റെ പാദങ്ങളെ ആശ്രയിക്കുന്നവരെ രക്ഷിക്കുന്നത്, ആരാണോ തൻ്റെ പാദങ്ങളെ ആശ്രയിച്ചാൽ അവർക്കൊരു കവചമായി മാറി അവരുടെ ദുരിതങ്ങളെല്ലാം എടുത്തു മാറ്റി അവർക്ക് ആനന്ദം നൽകുന്നത്, ആ ഹനുമാൻ സ്വാമിയെ ഞാൻ നമിക്കുന്നു. ഞാനും നമിക്കുന്നു, രാധേ രാധേ ചാനലും നമിക്കുന്നു. आपन तेज संहारो आपै, तीनों लोक हाँकते कांपै. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. നോക്കേ, ആപന തേജ സംഹാരോ ആപേ തീനൗം ലോക ഹാം കഥേ കാംപേ. ഒന്നും കൂടെ, ആപന തേജ സംഹാരോ ആപേ തീനൗം ലോക ഹാം കഥേ കാംപേ. അർത്ഥം എഴുതിക്കോ. ആപന തേജ, അർത്ഥം അങ്ങയുടെ വേഗത, അങ്ങയുടെ വേഗത. സംഹാരോ, സംഹാരോ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക, രണ്ടർത്ഥവും എഴുതിക്കോ. അവസാനിപ്പിക്കുക, നിയന്ത്രിക്കുക. തീ നൗം ലോക, അർത്ഥം മൂന്ന് ലോകങ്ങളും. തീ നൗം ലോക, മൂന്ന് ലോകങ്ങളും. ഹാം തേ, ഗർജനം, ഗർജനം. കാംപേ, കാംപേ എന്ന് പറഞ്ഞാൽ അർത്ഥം വിറയ്ക്കുക. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഹനുമാൻ സ്വാമിയുടെ തേജസ്, ഹനുമാൻ സ്വാമിയുടെ പ്രഭ, ഹനുമാൻ സ്വാമിയുടെ ശക്തി, വീര്യം, അത് നിയന്ത്രിക്കാൻ ഈ ലോകത്താർക്കും പറ്റില്ല. അത് നിയന്ത്രിക്കണമെങ്കിൽ ഹനുമാൻ സ്വാമി സ്വയം വിചാരിച്ചാലേ പറ്റൂ. ഹനുമാൻ സ്വാമിയുടെ തേജസ്സിനെ, ഹനുമാൻ സ്വാമിയുടെ ശക്തിയെ നിയന്ത്രിക്കാനായിട്ട്, ഹനുമാൻ സ്വാമിയുടെ വീര്യത്തെ നിയന്ത്രിക്കാൻ തക്കവണ്ണം ഇന്നുവരെ ആരും വളർന്നിട്ടില്ല. ആർക്കും തുല്യനാണ്. ഓർമ്മിക്കുക, കൃഷ്ണനുമായി പോലും നേർക്ക് നേർ നിന്ന് കൃഷ്ണന് തുല്യമായിട്ട് കൃഷ്ണനോടൊത്ത് യുദ്ധം ചെയ്ത ആളാണ് ഹനുമാൻ. പിന്നെ കൃഷ്ണൻ അത് കളിയായിട്ടാണ് എടുക്കുന്നത്. എന്നിട്ട് ഒടുവിൽ ഹനുമാൻ സ്വാമിയുടെ അടുത്ത് പറയുന്നു, നീ ഭക്തി കൊണ്ട് അന്ധനാകാതെ നീ രാമരാമ എന്ന് ജപിക്കുന്ന ആ രാമൻ തന്നെയാണ് ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ യഥാർത്ഥ രൂപം കാണിച്ചു കൊടുക്കുകയാണ്. കാരണം രാമനെ അല്ലാതെ ആരെയും അംഗീകരിക്കുകയില്ല, ഹനുമാൻ അംഗീകരിക്കുകയില്ല. അങ്ങനെ കൃഷ്ണനോട് പോലും തുല്യമായി നിന്ന് ഏറ്റുമുട്ടിയ ആളാണ് ആരെന്ന് പറയുന്നത്, സാക്ഷാൽ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. അപ്പൊ ഹനുമാൻ സ്വാമിയുടെ തേജസ്സിനെ, ശക്തിയെ നിയന്ത്രിക്കാൻ ഈ ലോകത്ത് ഒരു മനുഷ്യർക്കും കഴിയത്തില്ല. അത് ഹനുമാൻ സ്വാമിക്ക് മാത്രമേ കഴിയൂ. പിന്നെ ഹനുമാൻ സ്വാമി ഒന്ന് ഗർജിച്ചാൽ
ഈ 3 ലോകങ്ങളും വിറകൊള്ളും, ഭൂമിയും സ്വർഗവും പാതാളവും കിട്ടുകിട്ടാ വിറയ്ക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹനുമാൻ സ്വാമി കോപിച്ചാൽ അതെത്ര ഭീകരമായിരിക്കുമെന്നാണ് ഇവിടെ കവി പറയുന്നത്. ഹനുമാൻ സ്വാമി കോപിച്ചു പോയാൽ പിന്നെ ഒരു രക്ഷയുമില്ല. ഹനുമാൻ സ്വാമി ഒന്ന് ഗർജിച്ചു കഴിഞ്ഞാൽ ഭൂമിയും സ്വർഗവും പാതാളവും കിട്ടാന്നും പറഞ്ഞ് എന്ത് ചെയ്യും? വിറയ്ക്കുന്നത് കാണാം നിങ്ങൾക്ക്. അതാണ് ഹനുമാൻ സ്വാമിയുടെ വീര്യശക്തി. അപ്പൊ അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങയുടെ തേജസ്, അങ്ങയുടെ ശക്തി അത് അങ്ങയ്ക്ക് മാത്രമേ നിയന്ത്രിക്കാൻ കഴിയൂ. അങ്ങനെ ആരുടെ ഗർജനത്തിലാണോ 3 ലോകങ്ങളും വിറകൊള്ളുന്നത്, ആ ഹനുമാൻ സ്വാമിയെ ഞാൻ നമിക്കുന്നു. ആ ഹനുമാൻ സ്വാമിയെ രാധേ രാധേ ചാനലും അതിലെ അംഗങ്ങളും നമിക്കുന്നു. भूत पिशाच निकट नहीं आवे, महावीर जब नाम सुनावे. നമുക്കിനി അടുത്തതിലേക്ക് വരാം. നോക്കേ, ഭൂത പിശാച നികട നഹീം ആവൈ മഹാബീര ജപനാമ സുനാവൈ. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഭൂത പിശാച, അത് ഭൂതങ്ങളും പിശാചുക്കളും. നികട അർത്ഥം എഴുത് അടുത്ത്. നഹീം ആവൈ അർത്ഥം വരില്ല. നഹീം ആവൈ വരില്ല. മഹാബീര, മഹാബീര ഹനുമാൻ സ്വാമി, മഹാബീര ഹനുമാൻ സ്വാമി. ജബ് എപ്പോഴാണോ, നാമ അർത്ഥം പേര്, സുനാവൈ കേൾക്കുന്നത്. സുനാവൈ എന്ന് പറഞ്ഞാൽ കേൾക്കുന്നത്. അതായത് ഹനുമാൻ സ്വാമിയുടെ നാമം കേട്ട് കഴിഞ്ഞാൽ ഭൂതങ്ങളും പിശാചുകളും പ്രാണനും കൊണ്ട് ഓടി ഒളിക്കും. ഹനുമാന്റെ നാമം ആരാണോ ഉരുവിടുന്നത് അവർക്കൊരു കാരണവശാലും ഭൂതപ്രേത പിശാചുക്കളുടെ ഉപദ്രവം ഉണ്ടാവുകയില്ല. അപ്പൊ ഹനുമാൻ സ്വാമിയുടെ നാമജപത്തിന്റെ ശക്തിയാണ് ഈ കേൾക്കുന്നത്. അപ്പൊ അല്ലയോ ഹനുമാൻ സ്വാമി, അങ്ങയുടെ നാമം കേട്ടാൽ ഭൂതപ്രേത പിശാചുകള് പ്രാണനും കൊണ്ടാണ് ഓടുന്നത്. അങ്ങനെ തൻ്റെ ഭക്തജനങ്ങളെ, തൻ്റെ നാമം ഉരുവിടുന്നവരെ എല്ലാം ഭൂതപ്രേത പിശാചുക്കളിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഒരു ഉപദ്രവവും അവരിൽ നിന്ന് വരാതെ സംരക്ഷിക്കുന്ന സാക്ഷാൽ ഹനുമാൻ സ്വാമിയെ ഞാനും രാധേ രാധേ ചാനലും വന്ദിക്കുന്നു. नासै रोग हरे सब पीरा, जपत निरंतर हनुमत वीरा. നമുക്ക് അടുത്ത വരി നമുക്ക് നോക്കാം. നാസൈ രോഗഹരൈ സബപീര ജപത നിരന്തര ഹനുമത വീര. എഴുതിക്കോ. നാസൈ അർത്ഥം നശിപ്പിക്കുന്നു. നാസൈ അർത്ഥം നശിപ്പിക്കുന്നു. രോഗഹരൈ അർത്ഥം രോഗം ഇല്ലാതാക്കുന്നു. രോഗഹരൈ അർത്ഥം രോഗം ഇല്ലാതാക്കുന്നു. അടുത്തത് സബപീര അർത്ഥം എല്ലാ വേദനകളും പ്രശ്നങ്ങളും. എല്ലാ വേദനകളും പ്രശ്നങ്ങളും. ജപത് നിരന്തര തുടർച്ചയായി ജപിക്കുന്നവരുടെ. തുടർച്ചയായി ജപിക്കുന്നവരുടെ. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അല്ലയോ മഹാവീര ഹനുമാൻ സ്വാമി, ഹനുമാൻ സ്വാമിയുടെ നാമം എന്നും ജപിക്കുന്നവനെ ഒരിക്കലും രോഗങ്ങൾ ബാധിക്കുകയില്ല. മനസ്സിലാക്കുക. ഹനുമാൻ സ്വാമിയുടെ നാമം ആരാണോ എന്നും ആത്മാർത്ഥതയോടുകൂടി ജപിക്കുന്നത് അവനെ ഒരു കാരണവശാലും രോഗങ്ങൾ ബാധിക്കുകയില്ല. ഇനി രോഗം ബാധിച്ച ഒരാളാണ് ഹനുമാൻ സ്വാമിയുടെ നാമം ജപിക്കുന്നതെങ്കിൽ അവൻ്റെ രോഗം ക്രമേണ കുറഞ്ഞു വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചോദിക്കാം, മാറാരോഗം ബാധിച്ച് ഡോക്ടർ ഇത്ര നാളുകൾക്കുള്ളിൽ മരിക്കുമെന്ന് വിധി എഴുതിയിരിക്കുന്നതോ? അത് ഒരാൾക്ക് മരണം അടുക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന രോഗമാണ്. അത് ഭഗവാനായാലും വന്നാൽ ഇവിടുന്ന് തിരിച്ചു പോയേ പറ്റൂ. പക്ഷേ
ആ രോഗം മുഖാന്തരം വേദന തിന്ന് മരിക്കേണ്ടവനെ വേദനയില്ലാതെ ശാന്തമായി കൊണ്ടുപോയിക്കൊള്ളും. അതാണ് നമ്മുടെ ഹനുമാൻ സ്വാമി എന്ന് പറയുന്നത്. അപ്പൊ ഹനുമാൻ സ്വാമിയെ, ഹനുമാൻ സ്വാമിയുടെ നാമം ആരാണോ ജപിക്കുന്നത് അവരെ രോഗങ്ങൾ ബാധിക്കുകയില്ല. രോഗമുള്ളവൻ ജപിച്ചാൽ നിശ്ചയമായും അവൻ്റെ രോഗം കുറഞ്ഞു കുറഞ്ഞു വരികയും അങ്ങനെ പൂർണ്ണമായി മാറുകയും അവൻ പൂർണ്ണ ആരോഗ്യവാനായി മാറുകയും പിന്നീട് ഒരിക്കലും അവന് രോഗം അവനെ ബാധിക്കുകയും ഇല്ല. പിന്നെ നമുക്ക് മരണസമയമെടുക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് പോകാൻ ഒരു കാരണം വേണം. അത് വന്ന് നമ്മളങ്ങ് പോകുമെന്ന് മാത്രം. ഈ ഹനുമാൻ സ്വാമിയുടെ നാമം ജപിക്കുന്നവർക്ക് ശാരീരികമായോ മാനസികമായോ യാതൊരു വേദനയും ഉണ്ടാകത്തില്ല. അവർക്ക് മനസ്സിനും വേദന ഉണ്ടാകത്തില്ല, അവരുടെ ശരീരത്തിനും വേദന ഉണ്ടാകത്തില്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഹനുമാൻ സ്വാമിയുടെ നാമം ഒരു ദിവ്യ ഔഷധമാണ്. ആ ഹനുമാൻ സ്വാമിയുടെ നാമം ഒരു പ്രഗത്ഭനായ ഡോക്ടർക്ക് തുല്യമാണ്. അപ്പൊ രോഗങ്ങൾ വരാതിരിക്കാൻ, വന്ന രോഗം ഇല്ലാതാക്കാൻ, സുഖവും ആനന്ദവും തുടർച്ചയായി ജപിക്കാൻ നിങ്ങൾ നിരന്തരം ഹനുമാൻ സ്വാമിയുടെ നാമങ്ങൾ ജപിക്കുകയാണ് വേണ്ടതെന്ന് പറയുന്നു. അപ്പോൾ ആരുടെ നാമം ജപിച്ചാലാണോ നമുക്ക് രോഗങ്ങൾ വരാത്തത്, ആരുടെ നാമം ജപിച്ചാലാണോ ഒരു രോഗിക്ക് അവൻ്റെ രോഗങ്ങൾ മുഴുവൻ ഇല്ലാതാകുന്നത്, ആരുടെ നാമം ജപിച്ചാലാണോ അവന് ശാരീരികമായും മാനസികമായും യാതൊരു വേദനയും ഉണ്ടാകാത്തത്, ആരുടെ നാമമാണോ സർവ്വരോഗങ്ങൾക്കുമുള്ള ദിവ്യ ഔഷധമായി മാറിയിരിക്കുന്നത്, ആ ഹനുമാൻ സ്വാമിയെ ഞാൻ നമിക്കുന്നു. രാധേ രാധേ ചാനൽ നമിക്കുന്നു. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും നമിക്കുന്നു. संकट से हनुमान छुड़ावै, मन क्रम वचन ध्यान जो लावै. ഇനി നമുക്ക് അടുത്തതിലേക്ക് നമുക്ക് കിടക്കാം. സങ്കട തേം ഹനുമാന ചുടാവൈ മൻ ക്രമ ഭജന് ധ്യാൻ ജോലാവൈ. അർത്ഥം എഴുത്. സങ്കട് അർത്ഥം ദുഃഖങ്ങള്, ചുടാവൈ അർത്ഥം ഇല്ലാതാക്കുന്നു, ഭജന് ഭജന് വാക്കുകൾ കൊണ്ട്, ക്രമ കർമ്മം കൊണ്ട്, ധ്യാൻ ജോലാവൈ അർത്ഥം ധ്യാനിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹേ ഹനുമാൻ സ്വാമി, ഏതൊരു വ്യക്തിയാണോ അങ്ങയെ വാക്കുകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ മനസ്സുകൊണ്ടോ എപ്പോഴും ധ്യാനിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഏത് വ്യക്തിയാണോ എപ്പോഴും ഹനുമാൻ സ്വാമിയുടെ നാമങ്ങൾ, ആഞ്ജനേയ നാമങ്ങൾ ഇങ്ങനെ ഉരുവിടുന്നത്, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമി എങ്ങനെയാണോ ജീവിക്കണമെന്ന് പറയുന്നത് അത് പ്രവൃത്തി കൊണ്ട് കാണിച്ചു കൊടുക്കുന്നത്, അല്ലെങ്കിൽ എപ്പോഴും ഹനുമാൻ സ്വാമിയുടെ നാമം ചുണ്ടുകളിലല്ലാതെ മനസ്സിൽ ഉരുവിടുന്നത്, അതിനെയാണ് പറഞ്ഞിരിക്കുന്നത് വാക്കുകൊണ്ടോ പ്രവൃത്തി കർമ്മം പ്രവൃത്തി കൊണ്ടോ മനസ്സുകൊണ്ടോ എപ്പോഴും ധ്യാനിക്കുന്നത് ആ വ്യക്തിക്ക് എല്ലാവിധ ദുഃഖങ്ങളിൽ നിന്നും മോചനം ലഭിക്കും. അപ്പൊ ആത്മാർത്ഥതയോടെ മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ഹനുമാനെ ധ്യാനിക്കുക. പ്രവൃത്തി കൊണ്ടെന്ന് പറഞ്ഞാൽ ആരെയും ദ്രോഹിക്കരുത്, മനസ്സിലായ? പിന്നെ ആർക്കും ദുഃഖം ഉണ്ടാക്കുന്ന യാതൊന്നും നമ്മൾ ചെയ്യരുത്. അങ്ങനെ പ്രവൃത്തി കൊണ്ടും ഹനുമാൻ സ്വാമിയെ ധ്യാനിച്ചാൽ എല്ലാ ദുഃഖങ്ങളും എല്ലാ വിഷമങ്ങളിൽ നിന്നും ഹനുമാൻ സ്വാമി നിങ്ങളെ മോചിപ്പിച്ചു തരുമെന്ന് മാത്രമല്ല, ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിലെ വലിയ ദുർഘടമായ ഘട്ടങ്ങളിൽ നിന്നും ഹനുമാൻ സ്വാമി നിങ്ങളെ രക്ഷിക്കുന്നതാണ്. അപ്പോൾ ആരാണോ വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ മനസ്സുകൊണ്ടോ ആരെ ധ്യാനിച്ചാലാണോ എല്ലാവിധ സുഖങ്ങളും കിട്ടുകയും സകലവിധ ദുഃഖങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുകയും ചെയ്യുന്നത്, ആ ഹനുമാൻ സ്വാമിയെ ഞാനും രാധേ രാധേ ചാനലും വണങ്ങുന്നു. सब पर राम
तपस्वी राजा तिनके काज सकल तुम साज. ഇനി അടുത്തതിലേക്ക് നമുക്ക് വരാം. സഭ പർ രാമ തപസ്വി രാജാ തിൻ കേ കാജ സകല ധൂമ സാജ. അർത്ഥം എഴുതിക്കോ. സഭ പർ അർത്ഥം എല്ലാവരിലും, തപസ്വി രാജ അർത്ഥം ശ്രേഷ്ഠനായ രാജാവ്, തിൻ കേ അർത്ഥം അദ്ദേഹത്തിൻ്റെ, കാജ അർത്ഥം കാര്യം, സകല അർത്ഥം മുഴുവൻ, തൂമസാജ അർത്ഥം നടപ്പിലാക്കി, അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന എന്താ? രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠൻ ആരാണെന്ന് ചോദിച്ചാൽ ശ്രീരാമചന്ദ്രനാണ്. അതേ കണക്ക് തന്നെ രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനും തപസ്വിയും ആരാകുന്നു? ശ്രീരാമചന്ദ്രനാണ്. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രന്റെ സകല കാര്യങ്ങളും നോക്കി നടത്തുന്നത് ആരാണ്? ഹനുമാൻ സ്വാമിയാണ്. അപ്പം രാജാതിരാജനാണ് ആരെന്ന് പറയുന്നത്? ശ്രീരാമചന്ദ്രൻ. ഒരു വലിയ തപസ്വിയുടെ മനോബലമുള്ള ആളാണ് ശ്രീരാമചന്ദ്രൻ. ആ ശ്രീരാമചന്ദ്രന്റെ വിജയത്തിന് വേണ്ട വഴികൾ ഒരുക്കി കൊടുക്കുന്നത് മുഴുവൻ ഹനുമാൻ സ്വാമിയാണ്. അത്രയ്ക്ക് വലിയ ബന്ധമാണ് ശ്രീരാമചന്ദ്രനും ഹനുമാൻ സ്വാമിയും തമ്മിൽ ഉള്ളത്. അത്രയ്ക്ക് ശ്രീരാമചന്ദ്രന് ഹനുമാൻ സ്വാമിയെ വിശ്വാസമാണ്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആരാണോ രാജാക്കന്മാരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീരാമചന്ദ്രന്റെ വിജയത്തിന് വഴി ഒരുക്കുന്നത്, ശ്രീരാമചന്ദ്ര ഭഗവാന്റെ എല്ലാ കാര്യങ്ങളും നടത്തി കൊടുക്കുന്നത് ആ ഹനുമാൻ സ്വാമിയെ ഞാനും രാധേ രാധേ ചാനലും വണങ്ങുന്നു. और मनोरथ जो कोई लावे सोई अमृत जीवन फल पावे. ഇനി നമുക്ക് അടുത്തതിലേക്ക് വരാം. എന്താ അടുത്തത്? അവർ മനോരഥ ജോ കോയി ലാവൈ സോയി അമിത ജീവന് ഫല പാവൈ. ഔർ എന്ന് പറഞ്ഞാൽ മറ്റ് എന്നാണ് അർത്ഥം. ഔർ എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? മറ്റ്. മനോരഥ ആഗ്രഹങ്ങൾ. ജോ കോയി ലാവൈ അർത്ഥം ആരാണോ കൊണ്ടുവരുന്നത്. സോയി അമിത അർത്ഥം അളവില്ലാത്ത അനന്തമായ. ഫല് പാവൈ അർത്ഥം ഫലം ലഭിക്കുന്നു. അതായത് ആരാണോ നിരവധി ആഗ്രഹങ്ങളുമായിട്ട് ഹനുമാൻ സ്വാമിയെ സമീപിച്ചാലും ഒരാഗ്രഹമല്ല 1000 ആഗ്രഹങ്ങൾ ഹനുമാൻ സ്വാമിയുടെ മുന്നിൽ നിങ്ങൾ വെച്ചാൽ ഹനുമാൻ സ്വാമിയുടെ കൃപയാൽ ഈ ഓരോ ആഗ്രഹങ്ങളും ഭക്തന്മാർക്ക് ആര് സാധിച്ചു കൊടുക്കും? ഹനുമാൻ സ്വാമി സാധിച്ചു കൊടുക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങൾ, നിങ്ങളുടെ വീട്ടിൻ്റെ അപ്പുറത്തുള്ളവൻ നാളെ മരിച്ചു പോട്ടെ എന്ന് പറഞ്ഞാൽ അല്ല, നിങ്ങളുടെ നല്ല ആഗ്രഹങ്ങളെല്ലാം ആര് സാധിച്ചു തരും? ഹനുമാൻ സ്വാമി സാധിച്ചു തരും. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാധാരണ നമുക്ക് മറ്റ് ദൈവങ്ങളുടെ മുമ്പിൽ 1, 2, 3 ആഗ്രഹങ്ങളൊക്കെ വെക്കാം. അതേസമയം ഹനുമാൻ സ്വാമിയുടെ മുമ്പിൽ ഒരൊറ്റ ശ്വാസത്തിൽ 1000 ആഗ്രഹം വെച്ചാലും ഹനുമാൻ സ്വാമി എന്ത് ചെയ്യും? തൻ്റെ ഭക്തന്മാരുടെ ഈ 1000 ആഗ്രഹത്തെയും ആര് സാധിച്ചു തരും? നല്ല ആഗ്രഹമാണെങ്കിൽ സ്വാധിച്ചു തരും. അങ്ങനെ ഭക്തജനങ്ങളുടെ അതിരുകളില്ലാത്ത ആഗ്രഹം, അനന്തമായ ആഗ്രഹവും സാധിച്ചു തരുന്ന അത്രയ്ക്ക് ഭക്തവത്സലനും അത്രയ്ക്ക് കൃപയുള്ള ആളുമാണ് സാക്ഷാൽ ഹനുമാൻ സ്വാമി. അപ്പം ആരാണോ ഭക്തജനങ്ങളുടെ അളവില്ലാത്ത ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്ത് തൻ്റെ ഭക്തജനങ്ങളെ തൃപ്തിപ്പെടുത്തുന്നത് ആ ഹനുമാൻ സ്വാമിയെ ഞാനും രാധേ രാധേ ചാനലും വണങ്ങുന്നു. ഇതിൻ്റെ അവസാന ഭാഗം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയാകുമ്പോൾ നിങ്ങളുടെ കൈകളിൽ എത്തുന്നതാണ്. അവസാന ഭാഗം ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക്. ഓർമ്മ വേണം,
വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നമുക്ക് കുണ്ഡലിനി ശക്തിയെ എങ്ങനെ ഉണർത്താം എന്നുള്ളതാണ്. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രസേശ്വരി രാധികായേ സ്വാഹ.